സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. എ സിമ്പിൾ ഗ്രാഫ് ഈസ് ബൈപാർട്ടേറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു അസൈൻ വൺ ഓഫ് ടു ഡിഫറെൻറ്റ് കളേഴ്സ് ടു ഈച്ച് വേർട്ടെക്സ് ഓഫ് ദ ഗ്രാഫ് സോ ദാറ്റ് നോ ടു അഡ്ജസൻറ്റ് വേർട്ടീസസ് ആർ അസൈൻ ദ സെയിം കളർ. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാഫ് ബൈപാർട്ടേറ്റ് ആണെന്ന് നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? സെയിം വേർട്ടെക്സ് സെറ്റിന്, അതായത് ഇപ്പോൾ നമ്മൾ ബൈപാർട്ടേറ്റ് ഗ്രാഫായിട്ട് എടുക്കുമ്പോൾ രണ്ട് വേർട്ടെക്സ് സെറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ, V1 V2. അപ്പോൾ ഈ V1ലെയും V2ലെയും വേർട്ടെക്സുകൾക്ക് രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റണം. എങ്ങനെ? രണ്ടെണ്ണത്തിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വേർട്ടെക്സുകൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന രീതിയിൽ നമുക്ക് കളർ ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ V1 V2, ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റ് V1 എടുക്കുക, അതിലുള്ള വേർട്ടെക്സുകൾ V1 V2 ആയിട്ട് എടുക്കുക. സെക്കൻഡ് വേർട്ടെക്സ് സെറ്റ് V2ൽ V3 V4 ആയിട്ട് എടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ V1 ഈ ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റ് V1ലുള്ളതിന് ഇപ്പോൾ നമ്മൾ റെഡ് കളർ കൊടുത്തു എന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡ് വേർട്ടെക്സ് സെറ്റിലെ V2ൽ നമുക്ക് ഗ്രീൻ കളറാവും, എന്തെങ്കിലും വേറൊരു കളർ, റെഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളർ കൊടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ V1 V2 തമ്മിൽ അഡ്ജസൻറ്റ് വേർട്ടെക്സുകളാണ്. അപ്പോൾ അതിന് പരസ്പരം എന്ത് കളറാണ് വരുന്നത്? ഫസ്റ്റ് V1ൽ റെഡ് വരുന്നു, സെക്കൻഡ് വണ്ണിൽ എന്ത് വരുന്നു? ഗ്രീൻ വരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത്. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് അവർ പറയുന്നത്. ഒരു ഗ്രാഫ് ബൈപാർട്ടേറ്റ് ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാനും പറ്റണം. അങ്ങനെ വേർട്ടെക്സുകളെ സെറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ബൈപാർട്ടേറ്റ് ഗ്രാഫാണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് എടുത്ത് നോക്കിയേ, ഫസ്റ്റ് നമ്മളൊരു ഗ്രാഫ് ബൈപാർട്ടേറ്റ് ആണെന്ന് എടുക്കുക. ബൈപാർട്ടേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വേർട്ടെക്സ് സെറ്റിനെ രണ്ടായി തിരിക്കാൻ പറ്റും. ഒരു വേർട്ടെക്സ് സെറ്റ് V1 ഒരു വേർട്ടെക്സ് സെറ്റ് V2 ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ഒരു കളർ അസൈൻ ചെയ്യാണ്. V1 എന്ന് പറയുന്ന വേർട്ടെക്സ് സെറ്റിൽ നമ്മൾ ഒരു കളറ് ഫസ്റ്റ് കളർ അസൈൻ ചെയ്തു. ഫസ്റ്റ് വൺ കളർ V1 അസൈൻ ചെയ്തു. സെക്കൻഡ് കളർ എന്ന് പറയുന്നത് V2ൽ നമ്മൾ അസൈൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് V1 V2 തമ്മിൽ എന്താണ്? അഡ്ജസൻ്റ് ആണ്. ഇപ്പോൾ V1ൽ ഇപ്പോൾ ഫസ്റ്റ് കളർ ഇപ്പോൾ റെഡ് കളർ കൊടുത്തു എന്ന് വെച്ചാൽ V2ൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കാം? V2ലേക്ക് ഒരു എഡ്ജ് വരയ്ക്കുമ്പോൾ അതിന് എന്ത് കൊടുക്കാം? ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ V1ൽ നിന്ന് V2ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. പക്ഷേ V1 എന്ന് പറയുന്ന ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റിലുള്ള വേർട്ടെക്സുകൾ തമ്മിൽ എന്തില്ല? എഡ്ജില്ല. അപ്പോൾ ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റിൽ നമുക്ക് റെഡ് കൊടുത്തിട്ട് സെക്കൻഡ് വേർട്ടെക്സിൽ കൊടുക്കുക ഗ്രീൻ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇഷ്യൂ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു ഗ്രാഫ് ബൈപാർട്ടേറ്റ് ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. നേരെ തിരിച്ച് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എടുക്കുക. അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വേർട്ടെക്സിൽ നമ്മൾ ഒരു ഫസ്റ്റ് കളർ കൊടുത്തു, സെക്കൻഡ് വേർട്ടെക്സിന് സെക്കൻഡ് കളർ കൊടുത്തു. അപ്പോൾ നമുക്ക് V1ൽ നിന്ന് V2ലേക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റ് തമ്മിൽ പരസ്പരം കണക്ഷനും ഇല്ല. അപ്പോൾ ഓൾറെഡി ബൈപാർട്ടേറ്റിൻ്റെ ഡെഫിനേഷൻ അല്ലേ അത്. അപ്പോൾ അതെന്ത് ഗ്രാഫായിട്ട് മാറും? ബൈപാർട്ടേറ്റ് ഗ്രാഫായിട്ട് മാറും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിറ്റർമിൻ വെദർ ദ ഗ്രാഫ് G and H ആർ ബൈപാർട്ടേറ്റ്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അത് രണ്ടും ബൈപാർട്ടേറ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ബൈപാർട്ടേറ്റ് ആണെങ്കിൽ ഇങ്ങനെ വേർട്ടെക്സുകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റിൽ A എടുക്കുക, അപ്പോൾ സെക്കൻഡ് വേർട്ടെക്സ് സെറ്റിൽ എന്തൊക്കെ എടുക്കാൻ പറ്റില്ല? ഫസ്റ്റ് വേർട്ടെക്സിൽ A എടുത്തിട്ടുണ്ടെങ്കിൽ Aയോട് അഡ്ജസ്റ്റൻ്റ് ആയ എല്ലാ വേർട്ടെക്സുകളും നിങ്ങൾ എടുക്കേണ്ടത് സെക്കൻഡ് വേർട്ടെക്സ് സെറ്റിലാണ്. അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈപാർട്ടേറ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് ബൈപാർട്ടേറ്റ് ആവില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ബാക്കി, അതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഡെഫിനിഷൻ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. നമ്മൾ ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്താണെന്ന് പഠിച്ചു, കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് പഠിച്ചു. ഇനി കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് KM, N. M സഫിക്സിലാണ് കേട്ടോ. M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് KMN ഈസ് എ ഗ്രാഫ് that has its vertex set partitioned into two subsets M and N of vertices respectively, with an edge between two vertices if and only if one vertex is in the first subset and other is in the second subset. ഓക്കെ, അപ്പോൾ ഇപ്പോൾ K23 നോക്കിയേ. K23 എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈപാർട്ടേറ്റും ആയിരിക്കും കംപ്ലീറ്റും ആയിരിക്കും. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു വേർട്ടെക്സ് തമ്മിൽ എന്തുണ്ടാവും? എഡ്ജ് ഉണ്ടാവും. ബൈപാർട്ടേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേർട്ടെക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും രണ്ട് സെറ്റായിട്ട്. അപ്പോൾ ഈ K23 എന്ന് പറയുന്നത് ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റിൽ രണ്ട് വേർട്ടെക്സുകളുണ്ട്. സെക്കൻഡ് വേർട്ടെക്സ് സെറ്റിൽ എത്ര എണ്ണമുള്ളത്? 3 അപ്പോൾ ആ 2 ഉള്ളതിൽ നിന്ന് 3 എന്ത് വരച്ചു? എഡ്ജസ് വരച്ചു. ഇപ്പോൾ ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റിൽ 2 ഉള്ളത്, സെക്കൻഡ് വേർട്ടെക്സ് സെറ്റിൽ 3 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റിലുള്ള 2 വേർട്ടെക്സുകളിൽ നിന്നും സെക്കൻഡ് വേർട്ടെക്സ് സെറ്റിലുള്ള 3 വേർട്ടെക്സുകളിലേക്ക് എന്തുണ്ടാവും? എഡ്ജ് ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റുകളിലുള്ള വേർട്ടെക്സുകൾ തമ്മിൽ എന്തുണ്ടാവില്ല? എഡ്ജസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നോക്കി, ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന 2 ഡോട്ട് തമ്മിൽ വേർട്ടെക്സ് എഡ്ജ് ഇല്ലല്ലോ. അങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫിനെയാണെന്ന് പറയുന്നത് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, ഡ്രോ K7 C7 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണം എങ്ങനെയാണ്. പിന്നെ പറയുന്ന റെഗുലർ ഗ്രാഫാണ്. എ സിമ്പിൾ ഗ്രാഫ് ഈസ് കോൾഡ് റെഗുലർ ഇഫ് എവറി വേർട്ടെക്സ് ഓഫ് ദിസ് ഗ്രാഫ് ദ സെയിം ഡിഗ്രി. അത് നമുക്കറിയാം. ഒരു ഗ്രാഫ് റെഗുലർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വേർട്ടെക്സുകളുടെ ഡിഗ്രി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, ഒരേ നമ്പർ തന്നെ വരണം.
A regular graph is called n regular if every vertex in the graph has degree n. അപ്പോൾ 1 റെഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി 1 ആയിരിക്കണം. 2 റെഗുലർ എന്ന് പറഞ്ഞാൽ എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിനെ n റെഗുലർ ഗ്രാഫ് എന്ന് പറയും. പിന്നെ അതൊക്കെ പഠിക്കുക കേട്ടോ, ഈ ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെ സബ് ഗ്രാഫിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. സബ് ഗ്രാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സെറ്റ് പഠിച്ചില്ലേ, അതേപോലെ തന്നെ സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിൻ്റെ ഒരു ഗ്രാഫിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് വേറെ വരയ്ക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ വേർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് ആ ഗ്രാഫിൻ്റെ സബ്സെറ്റ് ആയിരിക്കും, എഡ്ജ് സെറ്റും ആ ഗ്രാഫിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതിനാണ് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ K5 വരച്ചിട്ടുണ്ട്, എച്ച് നോക്കി, K5ൻ്റെ ഒരു ചെറിയ പാർട്ടാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് K5 എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് റിമൂവിങ് ഓർ ആഡിങ് എഡ്ജസ് ഓഫ് എ ഗ്രാഫ്. അതൊന്നുമില്ല, ഒരു ഗ്രാഫിൽ നിന്ന് ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്യാൻ തന്നെയല്ലേ പറയുക. അപ്പോൾ അതിന് നമ്മൾ G-E എന്നാണ് എഴുതാറ്. ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് E എന്ന് പറയുന്ന എഡ്ജ് കളയുക, ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ K5ൽ നിന്ന് നമ്മളൊരു എയും ബിയും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ടല്ലോ, അത് കളഞ്ഞു എന്നിരിക്കുക, അതിനൊരു നമ്മൾ E എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് അടുത്ത ഗ്രാഫ് G-E വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിൽ എന്തുണ്ടാവില്ല, ആ എയിൽ നിന്ന് ബിയിലേക്ക് കണക്ഷനുള്ള എഡ്ജ് ഉണ്ടാവില്ല, അതല്ലാതെ ബാക്കിയൊക്കെ വരയ്ക്കുക. അതിനാണ് G-E എന്ന് പറയുക. ഓക്കെ, എന്നുവെച്ചാൽ ഏത് എഡ്ജാണോ റിമൂവ് ചെയ്തത് അത് പിന്നെ ഉണ്ടാവാൻ പാടില്ല ആ ഗ്രാഫിൽ. ആ ഗ്രാഫിനെ സെയിം കോപ്പി ചെയ്യുക, അതിൽ ആ എഡ്ജ് മാത്രം വരയ്ക്കാതിരിക്കുക. അതിനെയാണ് റിമൂവിങ് എഡ്ജസ്, വേർഡ് മീനിങ് പോലെ തന്നെ. അപ്പോൾ റിമൂവിങ് വേർട്ടെക്സ് എന്തായിരിക്കും? റിമൂവിങ് വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ആ വേർട്ടെക്സ് പിന്നെ വരയ്ക്കാൻ പാടില്ല, അതോടൊപ്പം അതോട് ഇൻസിഡൻ്റ് ആയിട്ടുണ്ടാവില്ലേ, ആ വേർട്ടെക്സിലേക്ക് കുറേ എഡ്ജസ് വരുന്നുണ്ടാവില്ല, ആ എഡ്ജസും വരയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ഇവിടെയുള്ള ഈ K5 എന്ന് പറയുന്ന ഗ്രാഫിൽ C എന്ന് പറയുന്ന വേർട്ടെക്സ് G-C ആണ്, സെറ്റ് C ആണെന്നുണ്ടെങ്കിൽ പിന്നെ വരയ്ക്കുന്ന ഗ്രാഫിൽ C എന്ന് പറയുന്ന വേർട്ടെക്സ് ഉണ്ടാവാൻ പാടില്ല, അതിലോട്ട് വരുന്ന ഒരു എഡ്ജും ഉണ്ടാവാൻ പാടില്ല. ബാക്കി ആ ഗ്രാഫിനെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് G-സെറ്റ് C എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ G-V. ഇപ്പോൾ 2-3 വേർട്ടെക്സ് ആണെങ്കിൽ ആ 3 വേർട്ടെക്സുകളും അതിനോട്ട് ഇപ്പോൾ ഒരു വേർട്ടെക്സ് ആണ് ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വേർട്ടെക്സ് മാത്രം വരയ്ക്കാതിരിക്കുക, അതിനോട് ഇൻസിഡൻ്റായി എഡ്ജസും വരയ്ക്കാതിരിക്കുക. 2-3 വേർട്ടെക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2-3 വേർട്ടെക്സുകളും വരയ്ക്കാൻ പാടില്ല, അതിനോട് ഇൻസിഡൻ്റായ ഒരു എഡ്ജും വരയ്ക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ യൂണിയൻ ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 2 ഗ്രാഫുകൾ ഒരുമിച്ച് വരയ്ക്കാം, അതാണ് അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത്. വേർട്ടെക്സ് സെറ്റും യൂണിയൻ ആയിരിക്കും, എഡ്ജ് സെറ്റും യൂണിയൻ ആയിരിക്കും. പിന്നെ കോംപ്ലിമെൻ്റ് ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്രാഫിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേർട്ടെക്സുകളൊക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ ജിയിലുള്ള വേർട്ടെക്സുകൾ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, G കോംപ്ലിമെൻറ്റിലും ഉണ്ടാവുക. പക്ഷേ എന്തുണ്ടാവില്ല, ജിയിൽ ഇപ്പോൾ A to B ജിയിൽ എഡ്ജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ G-ബാറിൽ എയിൽ നിന്ന് ബിയിലോട്ട് എഡ്ജ് ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്ത എഡ്ജ് ഉണ്ടാവും ചെയ്യും, ഉള്ള എഡ്ജും ഉണ്ടാവില്ല. ക്ലിയർ ആവുന്നുണ്ട്? കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ മീൻ ചെയ്യുന്നത്. ഇപ്പോൾ K5ൻ്റെ ഇത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കോംപ്ലിമെൻറ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ K5ന് എയിൽ നിന്ന് ബിയിലോട്ട് എഡ്ജ് ഉണ്ട്, അപ്പോൾ K5ൻ്റെ കോംപ്ലിമെൻറ്റിൽ എയിൽ നിന്ന് ബിയിലേക്ക് എഡ്ജ് ഉണ്ടാവും, വരയ്ക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ. ഇനി എഡ്ജ് ഇല്ല, അപ്പോൾ എയിൽ നിന്ന് സിയിലോട്ട് എഡ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് കോംപ്ലിമെൻറ്റിൽ എയിൽ നിന്ന് സിയിലോട്ട് എന്തുണ്ടാവണം, എഡ്ജ് ഉണ്ടാവണം. അങ്ങനെ വരയ്ക്കുന്നതിനാണ് കോംപ്ലിമെൻ്റ് എന്ന് വരയ്ക്കുക. ഈ കോംപ്ലിമെൻ്റൊക്കെ ഇന്ന് വരച്ച് നോക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ. ഒക്കെ ചോദിക്കാറുണ്ട്, ഈ പ്രോബ്ലംസൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ്, നോക്കുക. അഡ്ജസൻസി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.